പുതുവർഷ പുലരിയിൽ ശബരിമലയിൽ വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. 90,350 ഭക്തർ ഇന്നലെ ദർശനം നടത്തി. മരക്കൂട്ടം മുതൽ മണിക്കൂറുകൾ നീണ്ട ക്യൂ നിന്നിട്ടാണ് ഇന്നലെ ഭക്തർ ദർശനം നടത്തിയത്. മകരവിളക്ക് തീർത്ഥാടന ദിവസങ്ങളിൽ എല്ലാം ക്രമാതീതമായ ഭക്തജന തിരക്ക് ഉണ്ടാക്കുമെന്ന വിലയിരുത്തൽ ഉണ്ട്. വിവരങ്ങളുമായി സന്നിധാനത്ത് നിന്ന് മിഥുൻ മുരളി നമുക്കിപ്പം ചേരുകയാണ്. മിഥുൻ, പുതുവർഷ പുലരിയിൽ സന്നിധാനം നല്ല തിരക്ക് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. പുതുവർഷ ആശംസകൾ നേരുകയാണ്. രാഗി, പുതുവർഷ ആശംസകൾ. അയ്യന്റെ സന്നിധിയിലെത്തുന്ന ഭക്തർക്ക് പിന്നീട് അങ്ങോട്ടുള്ള ജീവിതം എല്ലായ്പ്പോഴും പുതിയ തുടക്കമാണ്. പുതുവർഷ പുലരിയിൽ പുതുവർഷം അയ്യന്റെ സന്നിധിയിൽ നിന്ന് തുടങ്ങാൻ കഴിഞ്ഞാൽ പുതിയ തുടക്കങ്ങൾ ഉണ്ടാവുക എന്ന് പറയുന്നത് ഭക്തരെ സംബന്ധിച്ചിടത്തോളം അത്രയും ആത്മസംതൃപ്തി നൽകുന്ന ഒന്നാണ്. അങ്ങനെ പുതിയ തുടക്കവുമായി എത്തുന്ന ഭക്തരാണ് ഇന്നലെയും ഇന്നുമായി അയ്യന്റെ സന്നിധിയിലുള്ളത്. വലിയ ഭക്തജന പ്രവാഹമാണ് സന്നിധാനത്ത്. മണ്ഡലകാലത്ത് അനുഭവപ്പെട്ട ആ ഭക്തജന പ്രവാഹം നിലയ്ക്കാതെ സന്നിധാനത്ത് തുടരുകയാണ്. ഇന്നലെ മണിക്കൂറുകളോളം പലയിടത്തും ഭക്തജനങ്ങൾക്ക് കാത്തു നിൽക്കേണ്ട സാഹചര്യമുണ്ടായി. ഇന്ന് 3 മണിക്ക് നട തുറന്നപ്പോൾ മുതൽ അനുഭവപ്പെടുന്ന തിരക്കാണ് എനിക്ക് പിന്നിൽ ഫ്ലൈ ഓവറിൽ കാണുന്നത്. നടപ്പന്തലും ഫ്ലൈ ഓവറും എല്ലാം പുലർച്ചെ മുതലേ തന്നെ ഭക്തരാൽ തിങ്ങി നിറഞ്ഞിരിക്കുകയാണ്. നിലയ്ക്കൽ നിന്നും നിയന്ത്രണമുണ്ട്. നിലയ്ക്കലും പമ്പയിലും നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ടാണ് സന്നിധാനത്തെ തിരക്ക് നിയന്ത്രണ വിധേയമായി നിലനിർത്തുന്നത്. മുഴുവൻ മണിക്കൂറുകളിലും ഇന്നലെ ഭക്തജന തിരക്ക് അനുഭവപ്പെട്ടു. മരക്കൂട്ടത്ത് കൂടുതൽ സമയം ഭക്തജനങ്ങൾക്ക് കാത്തു നിൽക്കേണ്ട സാഹചര്യം ഇന്നലെ ഉണ്ടായി. ബാച്ചുകളായി തിരിച്ചുകൊണ്ട് ഘട്ടം ഘട്ടമായാണ് ഭക്തജനങ്ങളെ മുന്നോട്ട് നീക്കുന്നത്. മരക്കൂട്ടം മുതൽ നടപ്പന്തൽ വരെ ആ ക്യൂ നീളുകയും ആ കൂടുതൽ സമയം മണിക്കൂറുകൾ വരെയൊക്കെ ഭക്തജനങ്ങൾക്ക് ഈ ക്യൂവിനുള്ളിൽ കാത്തു നിൽക്കേണ്ട സാഹചര്യം. പിന്നീട് 18-ാം പടി കയറി ഫ്ലൈ ഓവറിലേക്ക് എത്തിയാലും സാവധാനമാണ് ഫ്ലൈ ഓവറിലെ ക്യൂ മുന്നോട്ട് നീങ്ങുന്നത്. 18-ാം പടി കയറി വരുന്ന ഫ്ലൈ ഓവർ തുടങ്ങുന്ന ഭാഗം മുതൽ സോപാനം വരെയുള്ള മുഴുവൻ ഭാഗങ്ങളും ഭക്തരാൽ തിങ്ങി നിറഞ്ഞ് സാവധാനം ക്യൂ മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ തന്നെയാണ് ഇന്ന് പുലർച്ചെ മുതലുള്ള സമയത്തും ഉള്ളത്. കാനനപാതയിലൂടെ മണ്ഡലകാലത്തെ എന്ന പോലെ തന്നെ ഈ മകരവിളക്ക് തീർത്ഥാടന കാലത്തും ധാരാളം ഭക്തജനങ്ങൾ എത്തുന്നുണ്ട്. മലയാളികൾക്കപ്പുറം തമിഴ്നാട്ടുകാർ, തെലുങ്ക്, കന്നഡ തുടങ്ങിയ അയൽ സംസ്ഥാന ഭക്തജനങ്ങളും കാനനപാതയിലൂടെ കൂടുതലായി എത്തുന്നുണ്ട്. ആദ്യ ദിവസം മുതൽ തന്നെ അനുഭവപ്പെട്ട തിരക്കാണ്. മണ്ഡലകാല ആരംഭ ദിവസത്തിൽ അനുഭവപ്പെട്ട തിരക്കിനേക്കാൾ കൂടുതൽ ഭക്തജനങ്ങൾ ഈ കഴിഞ്ഞ ദിവസം നട തുറന്നപ്പോൾ ഡിസംബർ 30-ാം തീയതി വൈകിട്ട് 5 മണിക്ക് നട തുറന്ന ആദ്യ ദിവസം മണ്ഡലകാല ആരംഭത്തേക്കാൾ കൂടുതൽ ഭക്തജനങ്ങൾ എത്തി എന്നുള്ളതാണ്. മണ്ഡലകാല ആരംഭത്തേക്കാൾ 3000 ഭക്തജനങ്ങളുടെ കൂടുതലാണ് ഈ മകരവിളക്ക് തീർത്ഥാടന കാലം തുടങ്ങിയ ദിവസം വൈകിട്ട് അനുഭവപ്പെട്ടത്. എല്ലാ മണിക്കൂറുകളിലും തിരക്ക്. അത് മാത്രമല്ല, ദർശനം കഴിഞ്ഞ് താഴേക്ക് മലയിറങ്ങുന്നതിന് വേണ്ടി കാത്തു നിൽക്കുന്ന ഭക്തജനങ്ങളുടെയും വിരിവെച്ച് വിശ്രമിക്കുന്ന ഭക്തജനങ്ങളുടെയും ഒരു വലിയ തിരക്ക് സന്നിധാനത്ത് വിവിധ ഇടങ്ങളിൽ അനുഭവപ്പെടുന്നു. അത് അന്നദാന മണ്ഡപത്തിന് മുൻഭാഗത്ത്, മരാമത്ത് ഓഫീസിന് മുൻഭാഗം, മാളികപ്പുറം ക്ഷേത്രത്തിന് സമീപമുള്ള ഭാഗങ്ങൾ, അരവണ കൗണ്ടറിന് മുൻഭാഗം, ഈ ഭാഗങ്ങളിലെല്ലാം തമ്പടിച്ചിരിക്കുന്ന ഭക്തജനങ്ങൾ വിരിവെച്ച് വിശ്രമിക്കുകയും ഒപ്പം തന്നെ ദർശനം കഴിഞ്ഞ് മലയിറങ്ങുന്നതിന് വേണ്ടി തയ്യാറെടുത്ത് കാത്തു നിൽക്കുന്ന ഭക്തരുടെ എല്ലാം വലിയ തിരക്ക്, തിക്കും തിരക്കും ഈ ഭാഗങ്ങളിലെല്ലാം അനുഭവപ്പെടുന്നുണ്ട്. സന്നിധാനത്തെ മുഴുവൻ ഭാഗങ്ങളും, പാണ്ടിത്താവളം മുതൽ മുഴുവൻ ഭാഗങ്ങളും, മരക്കൂട്ടം, ശരംകുത്തി അടക്കമുള്ള വിവിധ ഭാഗങ്ങളിലെല്ലാം ഭക്തജനങ്ങൾ തിങ്ങി നിറഞ്ഞിരിക്കുന്ന കാഴ്ചയാണ് ഈ മണിക്കൂറുകളിൽ കാണുന്നത്. ഇനിയുള്ള ദിവസങ്ങളിലും വലിയ തിരക്കുണ്ടാകുമെന്നുള്ള വിലയിരുത്തൽ. കാരണം മണ്ഡലകാലത്ത് തുടക്കം മുതൽ നടയടക്കുന്ന ദിവസം വരെ എല്ലാ ദിവസവും വലിയ തിരക്ക് അനുഭവപ്പെട്ടതാണ്. താരതമ്യേന മുൻ വർഷങ്ങളിൽ മകരവിളക്ക് തീർത്ഥാടന കാലത്താണ് ഈ അഭൂതപൂർവമായിട്ടുള്ള തിരക്ക് അനുഭവപ്പെടുന്നതെങ്കിൽ ഇത്തവണ മണ്ഡലകാലത്തിന്റെ എല്ലാ ദിവസങ്ങളിലും തിരക്ക് അനുഭവപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഇനിയുള്ള ദിവസങ്ങളിൽ മകരവിളക്ക് തീർത്ഥാടനത്തിന്റെ ഇനിയുള്ള തുടർന്നുള്ള ദിവസങ്ങളിലും വലിയ തിരക്ക്, ഭക്തജന പ്രവാഹം, അഭൂതപൂർവമായിട്ടുള്ള തിരക്ക് ഉണ്ടാകും എന്നുള്ള ഒരു വിലയിരുത്തലുണ്ട്. പ്രധാനപ്പെട്ട ചടങ്ങുകളിലേക്ക് ഇനി കിടക്കുകയാണ്. ഇനി 12-ാം തീയതി പന്തളത്ത് നിന്നും തിരുവാഭരണ ഘോഷയാത്ര പുറപ്പെടും. 14-ാം തീയതി വൈകിട്ട് ഘോഷയാത്ര സന്നിധാനത്തെത്തും. 3 ദിവസം വിവിധയിടങ്ങളിലെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി ആഘോഷപൂർവ്വമായിട്ട് ഘോഷയാത്ര സന്നിധാനത്തെത്തുമ്പോൾ അത് ഭക്തജനങ്ങൾക്ക് വലിയ ഒരു ദർശന പുണ്യത്തിൻ്റെയൊക്കെ നിമിഷമായി മാറും. 14-ാം തീയതി വൈകിട്ട് മകരസംക്രമ നാളിൽ ഭഗവാന് തിരുവാഭരണം ചാർത്തി ദീപാരാധന നടക്കുമ്പോൾ പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിയും. പിന്നീട് 19-ാം തീയതി വരെയാണ് ഭക്തർക്ക് ദർശനം നടത്തുന്നതിനുള്ള സൗകര്യമുള്ളത്. 18-ാം തീയതി വരെ നെയ്യഭിഷേകം നടത്തുന്നതിനുള്ള സൗകര്യം. 19-ാം തീയതി രാത്രി ഹരിവരാസനം പാടി നടയടച്ചതിന് ശേഷമാണ് മറ്റൊരു പ്രധാനപ്പെട്ട ചടങ്ങായ മാളികപ്പുറത്ത് വലിയ ഗുരുതി നടക്കുന്നത്. 20-ാം തീയതി രാവിലെ പന്തളം കൊട്ടാരം രാജപ്രതിനിധി നാരായണവർമ്മ തമ്പുരാൻ ആചാരപരമായി ദർശനം നടത്തുന്നതോടുകൂടി ഇത്തവണത്തെ മകരവിളക്ക് തീർത്ഥാടനത്തിനും സമാപനമാകും. ഇനി അങ്ങോട്ട് തിരുവാഭരണ ഘോഷ
ഘോഷയാത്രയെ വരവേൽക്കുന്നതിനും തിരുവാഭരണ ഘോഷയാത്രയെ സന്നിധാനത്തെത്തുമ്പോൾ അത് എതിരേറ്റ് ഭഗവാനെ തിരുവാഭരണ വിഭൂഷിതനായിട്ടുള്ള ഭഗവാനെ കാണുന്നതിനും ഒപ്പം മകരവിളക്ക് മകരജ്യോതി ദർശിക്കുന്നതിനുമൊക്കെയുള്ള ഭക്തരുടെ ആ കാത്തിരിപ്പിന്റെ സുവർണ്ണ നാളുകളാണ് ഇനിയുള്ള ദിവസങ്ങൾ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ വലിയ തിരക്ക് ഈ ദിവസങ്ങളിൽ ഉണ്ടാകും എന്നുള്ള വിലയിരുത്തൽ ഉണ്ട്. കൂടുതൽ സമയം പലപ്പോഴും ഭക്തജനങ്ങൾക്ക് പലയിടത്തും കാത്തു നിൽക്കേണ്ട സാഹചര്യം. മരക്കൂട്ടത്തും ശരംകുത്തിയിലുമൊക്കെ ബാച്ചുകളായി തിരിച്ച് ബാരിക്കേഡിനുള്ളിൽ ക്യൂ കോംപ്ലക്സിനുള്ളിൽ ഭക്തർക്ക് കൂടുതൽ സമയം കാത്തു നിൽക്കേണ്ട സാഹചര്യമുണ്ട്. സന്നിധാനത്തെ തിരക്ക് നിയന്ത്രണ വിധേയമാണ് എന്ന് ഉറപ്പാക്കിയതിന് മാത്രമാണ് വിവിധ ബാച്ചുകളായി തിരിച്ചുകൊണ്ട് ഭക്തജനങ്ങളെ മുന്നോട്ട് നീക്കുന്നത്. നേരത്തെ മണ്ഡലകാലത്തിൽ തിരക്ക് നിയന്ത്രിക്കുന്നതിന് വേണ്ടി നിലയ്ക്കലാണ് ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയത്. നിലയ്ക്കൽ കൂടുതൽ സമയം ഭക്തജനങ്ങളെ തടഞ്ഞു വെച്ചുകൊണ്ടാണ് ഈ സന്നിധാനത്തെ തിരക്ക് നിയന്ത്രണ വിധേയമാക്കി നിലനിർത്തിയിരുന്നത്. മണ്ഡലകാല ആരംഭത്തിൽ ഉണ്ടായ അനിയന്ത്രിതമായ തിരക്കൊക്കെ പരിഹരിക്കുന്നതിന് വേണ്ടി അത്തരമുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാതിരിക്കുന്നതിനുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നത് നിലയ്ക്കലാണ്. അതിന് സമാനമായി തന്നെ ഈ മകരവിളക്ക് തീർത്ഥാടനം ആരംഭിച്ച ആദ്യ ദിവസം മുതൽ തന്നെ നിലയ്ക്കൽ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നു. ഭക്തജനങ്ങളെ അവിടെ കാത്തു നിൽക്കേണ്ട സാഹചര്യം സ്പോട്ട് ബുക്കിംഗ് ഉൾപ്പെടെ ഭക്തർക്ക് ക്രമീകരിച്ച് നൽകുന്നത് നിലയ്ക്കലിൽ നിന്നുമാണ്. കൂടുതൽ ഈ സന്നിധാനത്തെ തിരക്ക് നിയന്ത്രണ വിധേയമാണ് എന്ന് ഉറപ്പാക്കിയതിനു ശേഷമാണ് സ്പോട്ട് ബുക്കിംഗ് ക്രമീകരണങ്ങൾ ഉൾപ്പെടെ നിലയ്ക്കലിൽ നിന്നും നൽകി ഭക്തജനങ്ങളെ പമ്പയിലേക്ക് കടത്തിവിടുകയും പിന്നീട് പമ്പയിൽ നിന്നും നിയന്ത്രണ വിധേയമായി ഭക്തജനങ്ങളെ മല കയറാൻ അനുവദിക്കുകയും മല കയറി മരക്കൂട്ടം മുതൽ എത്തുമ്പോൾ ശരംകുത്തി വിവിധ ഭാഗങ്ങളിൽ മരക്കൂട്ടം മുതൽ വിവിധ ബാച്ചുകളായി പുതുവർഷ പുലരിയിൽ സന്നിധാനത്തെ കാഴ്ചകളൊക്കെ വളരെ മനോഹരമായി നമുക്ക് കാണാൻ സാധിക്കുന്നു എന്നുള്ളത് വലിയൊരു ഭാഗ്യം തന്നെയാണ്. ഒപ്പം തന്നെ ശശി CR എന്ന പ്രേക്ഷകൻ പറയുന്നുണ്ട്, മിഥുൻ ഹാപ്പി ന്യൂ ഇയർ മിഥുൻ മുരളി എന്ന്.